ഇപ്പൊ അമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യം ഏതാ? കുക്കിംഗ് ആണോ, അതെയോ ചെടി നടലാണോ, അതെയോ മറ്റെന്തെങ്കിലും ഹോബീസ് ചെയ്യുന്നതാണോ? ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യം എന്താ? എല്ലാ കാര്യവും ഇഷ്ടത്തോടെ ചെയ്യണം. ചെയ്യുമ്പോ നമ്മള് താല്പര്യത്തോടു കൂടി ചെയ്യണം, എന്നാലാണ് അത് പെർഫെക്റ്റ് ആവുള്ളൂ. എങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ ഇച്ചിരി കൂടുതൽ എൻജോയ്മെന്റ് കിട്ടാറില്ല? ഇല്ലേ? എനിക്ക് മഴക്കാലായ യാത്ര ഒട്ടും ഇഷ്ടമല്ല, അല്ലെങ്കിൽ യാത്ര ഇഷ്ട. പക്ഷെ വേനൽക്കാലത്ത് പണി കാരണം പുറത്തേക്ക് ഇറങ്ങിയില്ല. പിന്നെ അമ്മയ്ക്ക് ഇച്ചിരി കൂടുതൽ ഷോപ്പിംഗ് ഇഷ്ടാന്ന് തോന്നുന്നല്ലേ? എനിക്ക് അതല്ലേ പറയാൻ വന്നേ. പിന്നെ കടകള് തോറും കേറി ഇറങ്ങുക, പല മേടിക്കാൻ കുറച്ചേ ഉണ്ടാവുള്ളെങ്കിലും പല സംഗതികളും കാണുക, സെർച്ച് ചെയ്യുക, ഓരോന്നിന്റെ വില പരിപാടികൾ മനസ്സിലാക്കുക. പക്ഷെ ഇത്തവണ വേനൽക്കാലൊന്നും സാധിച്ചില്ല. മഴയായ ഇനി പുറത്തേക്ക് ഇറങ്ങൂല, തുണിയെല്ലാം നനഞ്ഞ ആകെ പ്രശ്നം. അപ്പൊ കുക്കിംഗ് ഇഷ്ടമാണ്. പിന്നെ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരെ സൽക്കരിച്ച് വർത്താനം പറഞ്ഞിരിക്കാൻ ഇഷ്ടമാണ്. പിന്നെ പരിസരവാസികളുമായിട്ട് മഴയത്ത് പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിൽ ഫോൺ വഴി ഞാൻ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ എൻ്റെ ലൈഫിലെ എൻജോയ്മെന്റാ. ആൾക്കാരെ സ്വീകരിച്ച് വർത്താനം പറഞ്ഞിരിക്കുക. ചെറുപ്പത്തിലുള്ള ഒരു ഇഷ്ടപ്പെട്ട ഹോബി എന്തായിരുന്നു? ചെറുപ്പത്തിലേ ഉള്ളതാ ഇങ്ങനെ നടക്കുക. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സുരേഷ് ചാച്ചന്റെ വീട്ടിൽ കയറുക, പിന്നെ നോബിയുടെ വീട്ടിൽ ചെല്ലുക, പിന്നെ ഇപ്പറേ ലാൽ ചേച്ചിയുടെ ഒക്കെ വീടുണ്ട്. അവിടെ അന്ന് ലാൽ ചേച്ചി ഒന്നും വന്നിട്ടില്ല, അവിടുത്തെ കൊച്ചമ്മയുടെ അടുത്ത് കയറുക. ഇങ്ങനെ നമ്മുടെ വീടുകൾ തന്നെയല്ലേ പരിസരത്ത്, അവിടെ എല്ലായിടത്തോളം ലാത്തി അടിക്കുക, വർത്താനം പറഞ്ഞ് നടക്കുക. പിന്നെ താഴെ ഏറ്റവും നേരെ ഓപ്പോസിറ്റ് താഴെയുള്ള അച്ഛന്റെ വീടില്ലേ, മേരിച്ചേച്ചി ഇപ്പോഴും ഉണ്ട്. ചാക്കോച്ചാട്ടൻ മരിച്ചുപോയി, മേരിച്ചേച്ചിയുടെ അടുത്ത് പോയി ലാത്തി അടിക്കുക. അങ്ങനത്തെ പിന്നെ ഇങ്ങനെ നടക്കുക. അന്ന് കുക്കിങ്ങിനെ പറ്റി ചിന്തിക്കുമായിരുന്നോ? ഇല്ല. അമ്മ എന്തെങ്കിലുമൊക്കെ ചെമ്മീനൊക്കെ കിടണം പറയുമ്പോ ഞാൻ പറയാം അതൊക്കെ ഞാൻ പഠിച്ചോളാം. പക്ഷെ ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന സമയങ്ങളില് ചെമ്മീൻ കിള്ളാനും മീൻ, ഈ പുഴമീൻ വരൂലേ, അന്നൊന്നും ക്ലീൻ ചെയ്ത് കിട്ടൂല്ലോ. പുഴമീനൊക്കെ അവിടെ കല്ലേലിട്ട് ഒരച്ചാ കഴുകണത്. ഇത് വരാലും ഇത് കാരി അതൊക്കെ അങ്ങനെ കഴിക്കുന്നു. അതൊക്കെ അങ്ങനെ ചെയ്യാൻ അല്ല അങ്ങനെ പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിച്ചതുകൊണ്ടും അങ്ങനെ ചെയ്തതുകൊണ്ടും പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിച്ചു, തപ്പിക്കളിയില്ലാതെ. മനസ്സിലായോ?